ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചാണ്. അതായത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികളാണ്. ഒന്ന് മാർക്കറ്റിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും, അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചാണ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് is the set of controllable variables and their levels that the firm uses to influence the target market. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതിലിപ്പോൾ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ അതിലേക്ക് അരി, മസാല, ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് പോലത്തെ സംഗതികളൊക്കെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാറ് അല്ലേ? ആ ഒരു പ്രൊപ്പോർഷനേറ്റ് കൺട്രോളബിൾ പ്രൊപ്പോർഷനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ ഒരു കമ്പനി ഫോക്കസ് ഗ്രൂപ്പുള്ള മാർക്കറ്റിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏതൊക്കെ വേരിയബിൾസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം, ഏതൊക്കെ സെറ്റ് വേരിയബിൾസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിരിയാണി, നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി കിട്ടണമെങ്കിൽ എന്താണ്, അതിൻ്റെ മസാലകളും ചിക്കനും റൈസും എല്ലാത്തിനും എന്തുണ്ട്, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ തന്നെ എന്തായി, ഒന്നെങ്കിൽ അരി ക്വാളിറ്റി മോശമാവുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മസാലയുടെ ക്വാണ്ടിറ്റി കുറയുകയോ കൂടുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയാൽ തന്നെ എന്താണ്, ആ ബിരിയാണിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് അതാണ്. മാർക്കറ്റിംഗ് മിക്സിൽ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ ഏതൊക്കെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന്, ആ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സ് ഈസ് ദ സെറ്റ് ഓഫ് കൺട്രോളബിൾ വേരിയബിൾസ് ആൻഡ് ദെയർ ലെവൽസ് ദാറ്റ് ദ ഫേം യൂസസ് ടു ഇൻഫ്ലുവൻസ് ദ ടാർഗറ്റ് മാർക്കറ്റ്. മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് എലമെൻറ്റ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോളബിൾ വേരിയബിൾസ് ഉണ്ടല്ലോ, ഏതൊക്കെ പ്രൊപ്പോർഷൻ എത്രയൊക്കെ കൊടുക്കണം എന്നുള്ളത്, ആ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എണ്ണമാണ്. ഒന്ന് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 4 എണ്ണം, അതാണ് നമ്മൾ ആ 4 പോയിൻ്റ് ആണ് അതിൻ്റെ കീ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇറ്റാലിക് ബോൾഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി പഠിച്ചു വയ്ക്കുക, ആ 4 കീ പോയിൻറ്റ്സ്. അതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ, പ്രോഡക്റ്റ്, ഈ 4 ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒന്നും കൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം ഏത് കോമ്പിനേഷനിൽ കൊടുത്താലാണ് കസ്റ്റമർ അട്രാക്റ്റ് ആവുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് പ്രോഡക്റ്റാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതായത് ഒരു പ്ലേസ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ വാല്യൂ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ശരിക്ക് പ്രോഡക്റ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് വാല്യൂ ദ മാർക്കറ്റർ ഓഫേഴ്സ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമർ. മാർക്കറ്റിൽ കസ്റ്റമർക്ക് എന്താണ് ഓഫർ ചെയ്യുന്ന ഒരു ബണ്ടിൽ ഓഫ് വാല്യൂസ്, ഒരു കെട്ട് വാല്യൂസിനെ പറയുന്ന പേരാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? പ്രോഡക്റ്റ് ഓർ സർവീസസ് ആവാം, ചിലപ്പം ടാഞ്ചിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആവാം. ടാഞ്ചിബിൾ ആണെങ്കിൽ അതിനൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവും, ഇൻടാഞ്ചിബിൾ ആണെങ്കിൽ അതിന് സർവീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ബണ്ടിൽ ഓഫ് വാല്യൂസ് ദ മാർക്കറ്റർ ഓഫേഴ്സ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. പ്രോഡക്റ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർ എന്തിനാണ് സാധനം വാങ്ങിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറാണ്, നമ്മളൊക്കെ കസ്റ്റമേഴ്സാണ്. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന് ഒരു വാല്യൂ ഉണ്ട് അല്ലേ? നമ്മളൊരു ആവശ്യത്തിനാണ് സാധനം വാങ്ങുന്നത്. അനാവശ്യമായി നമ്മൾ വീട്ടിലൊന്നും വാങ്ങിച്ച് കൂട്ടില്ല. എന്താണെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ആ സാധനത്തിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മാർക്കറ്റർ നമുക്ക് തരുന്നത് ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം ആ കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം ആ പ്രോഡക്റ്റ് എന്തല്ല, ഒരു പ്രോഡക്റ്റേ അല്ല. ആ വസ്തു ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് അതിനെ പ്രോഡക്റ്റ് എന്ന് വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. ദ മാനുഫാക്ചറർ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമർ നീഡ്സ് ആൻഡ് ദെൻ ഡിസൈഡ്സ് ദ ടൈപ്പ്, ഷേപ്പ്, ഡിസൈൻ, ബ്രാൻഡ്, പാക്കേജ് എക്സെട്ര. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ ബോൾഡ് ഇറ്റാലിക് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത് കീവേഡ്സാണ്, അതും ശ്രദ്ധിച്ച് വയ്ക്കാം. അപ്പോൾ മാനുഫാക്ചർ ആദ്യം എന്ത് ചെയ്യണം, കൺസ്യൂമറിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ മാർക്കറ്റിംഗിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ? ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെയാണ് നീഡ്സ് എന്ന് പറയുക. ആ ആവശ്യങ്ങൾക്ക് മുകളിൽ വരുന്നതൊക്കെ എന്താണ്, വാണ്ടാണ്. അപ്പോൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് വേണം,
ടൈപ്പ്, ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാവണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാവണം, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ എങ്ങനത്തതാണ്, പാക്കേജിങ് എങ്ങനെ ചെയ്താലാണ് കസ്റ്റമർ അട്രാക്ട് ചെയ്യുക, ഇതൊക്കെ എന്താണ് ആ പ്രോഡക്റ്റ് എന്നുള്ള ഒരു സംഗതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രൈമറി വെഹിക്കിൾ ഫോർ ഡെലിവറിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇനി രണ്ടാമത്തത് പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് മണി ആസ്ക്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രോഡക്റ്റ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ആ പൈസക്ക് ഈക്വൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമർ നമുക്ക് തരുന്നു, അല്ലേ? പ്രോഡക്റ്റിന് എക്സ്ചേഞ്ചിൽ കൊടുക്കുന്ന പ്രോഡക്റ്റിന് പകരം കൺസ്യൂമർ മാനുഫാക്ചറർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സെല്ലർക്ക് കൊടുക്കുന്നതാണ് എന്ത്? മണി എന്ന് പറയുന്നത്. ആ മണിയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ സോ ആസ് ടു എനേബിൾ ദ കൺസ്യൂമർ ടു പേ ഫോർ ദ പ്രോഡക്റ്റ്. അത് എന്താണ്? അത് റീസണബിൾ ആയിരിക്കണം, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പോഴേ കസ്റ്റമർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമർക്ക് പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ അതെന്തായിരിക്കണം? റീസണബിൾ ആയിരിക്കണം. വൈൽ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് കൺസിഡർ certain factors such as cost, ability of the consumer, competition, discount, allowance, margin. നമ്മൾ നേരത്തെ പ്രോഡക്റ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രൈസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഏത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് ഒന്ന് കോസ്റ്റ്, എബിലിറ്റി ഓഫ് കൺസ്യൂമർക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ, കൺസ്യൂമറുടെ സ്റ്റാൻഡേർഡ് ലെവൽ എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, മാർക്കറ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ പ്രൈസ് എത്രയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കും പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് അത് വാങ്ങിക്കാൻ കസ്റ്റമർ എന്താവും? തയ്യാറാവും. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് കൺസ്യൂമർ എന്ത് ചെയ്യും? വാങ്ങിച്ചു പോകും. അലവൻസസ് മനസ്സിലായില്ല? ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്നതിനുള്ള അലവൻസസ്. അതുപോലെ തന്നെ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? വേണം. പ്രോഫിറ്റ് ഇല്ലാതെ വെറുതെ പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ അതെന്തായി? സർവീസായി. അപ്പോൾ മാർജിനും കൂടെ വെച്ചിട്ട് ഇത്രയും സംഗതികൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് പ്ലേസാണ്. ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് പ്രോഡക്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഇത് രണ്ടുമാണ് അതിൻ്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടൈമിന് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഡെലിവർ ചെയ്തില്ലെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യും? നമ്മൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും എന്താണ്, നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് എത്തിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ് യൂട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്ഥലത്താണ് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ആ സാധനം എന്ത് ചെയ്യണം? എത്തിക്കണം. അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിസിഷൻസ് റിഗാർഡിംഗ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി. അപ്പോൾ അത് ഇവിടെ പ്ലേസിൽ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ. കാരണം ഈ സ്റ്റേജിലൊക്കെ എന്താണ് കമ്പനിക്ക് കോസ്റ്റ് ചിലവാകുന്ന ഏരിയകളാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ കോമ്പിനേഷനൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലേസ് ഫിക്സ് ചെയ്യാൻ. അല്ലാതെ ആൾക്കാരെത്താത്ത അല്ലെങ്കിൽ വണ്ടി പോകാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വണ്ടി എത്തിക്കാൻ നമ്മൾ വേറെ വണ്ടി വിളിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് കൃത്യസമയത്ത് മാർക്കറ്റിൽ ഡെലിവർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ പ്ലേസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഈസി ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഉള്ള സ്ഥലമായിരിക്കണം. വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവണം. ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലേസ് ഡിസൈഡ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് all activities aimed at inducing and motivating customers to buy the product. പ്രൊമോഷൻ എന്തിനാണ്? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ലുലു മാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ബൈ 1 get 1, 50% ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ ബൈ 2 get 3 ഇങ്ങനെ എന്താണ് ഒരുപാട് ബാനറുകൾ, പോസ്റ്ററുകൾ ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്? പ്രൊമോഷനാണ്. ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊമോഷനിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഡിസ്കൗണ്ട് ഒരു പ്രൊമോഷനാണ്, പിന്നെ എന്താ പറയുക ഡിസ്പ്ലേ ഒരു പ്രൊമോഷനാണ്, ഓഫറുകൾ പ്രൊമോഷനാണ്, ഇൻസെൻറ്റീവ്സ് പ്രൊമോഷനാണ്,
അപ്പോൾ അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റിയെയും കമ്പൈൻ ചെയ്ത് കസ്റ്റമറെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഫാക്ടറുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിനും ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്ഥലത്തനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലേ? അപ്പോൾ ആ മാർക്കറ്റിംഗ് സക്സസ് ആവണമെങ്കിൽ കൺസ്യൂമറിൻ്റെ നേച്ചറിനനുസരിച്ച്, നമ്മൾ ആ സെയിൽ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച്, സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊമോഷൻസ് ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഫേം യൂസസ് അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് ഒരു ഫാക്ടറാണ് പ്രൊമോഷനിൽ. അപ്പോൾ തന്നെ പബ്ലിക് റിലേഷൻസ്, കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ സെല്ലിങ്സ്, ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാധാ സെയിൽസും ഉണ്ട്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിന് എന്താണ്, വേർഡ് ഓഫ് മൗത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് പ്രൊമോഷൻസ്, മറ്റു ഓഫേഴ്സ്, ബാനേഴ്സ് ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രൊമോഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. അപ്പോൾ ഇതിലുള്ള 4 എണ്ണത്തിൻ്റെയും ഹെഡിങ്സ് പഠിക്കുക, അത് എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കുക, അതിലുള്ള കീവേഡ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്